നമ്മുടെ ആ ചെടിത്തോട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ പൂവുണ്ടായി നിൽക്കുകയാണ് കേട്ടോ. ചെമ്പരത്തിമേ നിറച്ച് പൂവുണ്ടായിട്ടുണ്ട്. ഞാൻ ഒപ്പം വെട്ടിക്കൊടുത്താണ്. ഈ അങ്ങനെ മേലേലോട്ട് ഇങ്ങനെ പൊങ്ങിപ്പോയിട്ടേ ഇങ്ങനെ ഇത് ഞാൻ വെട്ടിക്കളഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ പൂവുണ്ട്. ഇപ്പുറത്തെ സൈഡിലൊക്കെയും പൂവുണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ പൂവ് കാണാനായിട്ട്. പിന്നെ മുല്ലപ്പൂ നിൽക്കുന്നുണ്ട്. മുല്ലപ്പൂവിൻ്റെ മുട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൂ വിരിയുണ്ട് കേട്ടോ. ഇത് കണ്ടത് ഇതുമേ മുട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ നേരത്തെ താഴ്ത്തായിരുന്നപ്പോൾ മുട്ടുണ്ടാവണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വലുതാകുമ്പോൾ ഇങ്ങോട്ട് ഇത്തിരി കുറച്ച് വെയിൽ കൊള്ളേണ്ട. ഇവിടെ വെയിലില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ വെയിൽ കൊള്ളണ കാരണം ഇവിടെ ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും 2-3 എണ്ണമെങ്കിലും പൂവുണ്ടായി വരുന്നത് വരുമ്പോൾ. പക്ഷെ ഭയങ്കര സന്തോഷം കേട്ടോ. നല്ല സ്മെല്ലാണ് ഇതിന്. പിന്നെ എൻ്റെ ചെടിത്തോട്ടം ഞാൻ കുറച്ച് ചെടികളൊക്കെ വീണ്ടും ഇപ്പുറത്തോട്ട് കൊണ്ടുവച്ച്, പെൻഡാസൊക്കെ ഇപ്പുറത്തോട്ട് കൊണ്ടുവച്ച്, വിങ്കാ റോസുമൊക്കെ നിറയെ പൂവുണ്ടായിട്ടുണ്ട്. പിന്നെ കൊങ്ങിണിപ്പൂ ഇത് നിറയെ പൂവുണ്ടായി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് വെട്ടി നിർത്തേണ്ടതാണ്. എന്നുവെച്ചാൽ വെട്ടി നിർത്തിയത് ബുഷായിട്ട് വരുള്ളൂ. പക്ഷെ വെട്ടി നിർത്താനായിട്ടേ നമുക്ക് പൂവ് കാരണം പൂവ് എങ്ങനെ വെട്ടിക്കളയുമെന്ന് ഓർത്താണ്. എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ പൂവായിട്ട് നിൽക്കുകയാണ്. പിന്നെ അതേ കണ്ട മഞ്ഞക്കൊങ്ങിണിമയും എന്തൊരു ഭംഗിയാണ് ഈ കാഴ്ച കാണാനായിട്ട്. മഞ്ഞക്കൊങ്ങിണിമ നിറയെ പൂവായിട്ട് നിൽക്കുകയാണ്. എന്താ എല്ലാ കുഞ്ഞി തുമ്പുമയൊക്കെ പൂവ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ചെത്തിയിൽ ഇത് ഒരു പിങ്ക് കളർ ചെത്തിയാണിത്. ഈ ചെത്തിയമേ മുട്ടുണ്ടായി തന്നെയുണ്ട്. എന്താ ഇങ്ങനെ നമ്മുടെ ചെടിക്കാഴ്ചകൾ ഇവിടെ വെച്ചപ്പോൾ ഒരുവിധം ഭംഗിയുണ്ട്. നമുക്ക് എപ്പോഴും കാണുകയും ചെയ്യാമല്ലോ. ചെടികൾ എപ്പോഴും കാണുകയും ചെയ്യാം. ഒരു ചെമ്പരത്തി പൂ ഇപ്പോൾ മതിലിൻ്റെ ഇപ്പുറത്തോട്ട് വന്നാക്കണം കേട്ടോ. നല്ല ഭംഗിയാണിത്. നേരത്തെ ഇങ്ങനെ മതിലിൻ്റെ ഇപ്പുറത്തോട്ട് 5-6 എണ്ണമൊക്കെ പൂവൊക്കെ വന്ന് നിൽക്കും. നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. പിന്നെ ബോഗൺവില്ലയുടെ കൊമ്പൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് വന്നുള്ളത്. ഇതിൻ്റെ ഞാൻ കുറച്ച് വെട്ടിക്കളഞ്ഞിട്ടില്ല കേട്ടോ. അതിപ്പുറത്തെ എൻ്റെ കൊമ്പാണ് മുഴുവൻ വെട്ടിക്കളഞ്ഞ. പൂവുണ്ടായി വന്ന കുഞ്ഞു കുഞ്ഞു കൂമ്പുകളുണ്ടല്ലോ, അത് വെട്ടി നിർത്തിയാക്കിയാണ്. പിന്നെ നമ്മുടെ പെറ്റൂണിയമ പൂവുണ്ടായിക്കണ്. പെറ്റൂണിയ തന്നെ ഇത് ഇങ്ങാട് പിടിച്ചിട്ട് അങ്ങാട് പോണ പെറ്റൂണിയ. പക്ഷെ നേരത്തെ ഇവിടെ പെറ്റൂണി ഉണ്ടായപ്പോൾ നിറയെ പൂവുണ്ടാവുമായിരുന്നു. ഇതിലും കൂടുതൽ പൂവുണ്ടാവുമായിരുന്നു. ഇത് ഈ ചട്ടി പെയിൻ്റ് അടിച്ചത് കാണാണ്ട നല്ല ഭംഗിയുണ്ടല്ലേ. കാണിച്ചു തരട്ടെ. അതിൽ പൂവുണ്ടായിട്ടുണ്ട്. വേണ്ട ഈ ചട്ടിയിൽ പൂവുണ്ടായി നല്ല ബുഷായിട്ട് വേനുണ്ട് കേട്ടോ. വേണ്ട ഈ ചട്ടിയാണ്. ഈ ചട്ടി ക്യാമറയിൽ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ ഓർക്കിഡൊക്കെ പൂവുണ്ടായിട്ട് കാണിച്ചു തരാം. എപ്പീഷ്യ ചെടിയമ്മ പൂ വിരിഞ്ഞ് നിൽക്കണം. എപ്പീഷ്യമ്മ നീട്ടത്തിലിങ്ങനെ നിൽക്കണമെന്ന്. ഇതിപ്പോൾ നേരത്തെ പൊക്കിയാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ താത്തിയിട്ട് കാണാൻ നല്ല രീതിയിൽ കാണാം. നമുക്ക് എപ്പോൾ വന്ന് നോക്കിയാലും പൂക്കളിനെ കാണാൻ പറ്റും. വേറൊരു ചെടിയാണ്, നിലത്ത് വെക്കാൻ പറ്റിയ ചെടിയാണ്. ഞാൻ ചട്ടിയിൽ കൊണ്ട് വെറുതെ വെച്ചതാണ്. പിന്നെ അത് ഇതുമ്പോൾ കണ്ട മുട്ടുണ്ടായിക്കണുണ്ട ചെമ്പരത്തിയമ്മ. ഇത് നല്ല ചെമ്പരത്തിയാണ് ഇത്. നാടനല്ല, എന്നാലും നല്ല കുറേ ഇതള് വരും. ഇതുമ്പോൾ സാധാരണ എല്ലായിടത്തും കാണുന്ന ചെമ്പരത്തി തന്നെയാണിത്. പൂവ് ഇന്നലെ ഒരെണ്ണം ഉണ്ടായിക്കുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും മുട്ടാണ്. ചിത്രശലഭം എന്തേ പറന്ന് നടക്കുന്നുണ്ട്. ഈ ചിത്രശലഭം പോലെ കേട്ടോ, ഒരു ബ്ലാക്ക് കളറിലെ ചിത്രശലഭം വരുമല്ലോ നേരത്തെ. ഇപ്പം അതെന്ത് ചെയ്യുന്നാവോ. 2 ആൾക്കാർ വരുമായിരുന്നു. പിന്നെ ഞാൻ അഗ്ലോണിമനെ എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചിരുന്നു. ചില സിറ്റ് ഔട്ടിൽ നിറച്ച് കാട് പോലെ തോന്നി. ഇപ്പം ഇങ്ങനെ മക്കളും പറയാൻ തുടങ്ങി സിറ്റ് ഔട്ട് കാട് പിടിച്ചെന്ന്. അങ്ങനെ ഞാൻ ഇപ്പുറത്തോട്ട് അഗ്ലോണിമനെ കുറച്ച് ഇവിടെ കൊണ്ടുവച്ച്. ഇത് ഈ ബിഗോണിയ പണ്ടത്തെ ബിഗോണിയ തന്നെയാണ് ഇപ്പോൾ ബുഷാക്കി എടുത്തേക്കുന്നത്. ഞാനിന്നല്ല വെട്ടിക്കളഞ്ഞ് ഒപ്പം നിർത്തിയതിനെ വെട്ടി. ഇത് നാളെ നട്ടത് പിടിച്ചിട്ടുണ്ട്. ഇത് ബിഗോണിയ എന്താ ഇത് ഈ അടുത്ത ദിവസം നട്ടതാണ്. പിന്നെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് പൂവുണ്ടായിട്ടുണ്ട്. കാണിച്ചു തരാം. ഇത് ഞാൻ മറന്നു. ഇത് സാധാരണ എല്ലായിടത്തും കാണുന്ന ഓർക്കിഡാണ്. കണ്ട ഈ വയലറ്റ് കളർ ഓർക്കിഡ് പൂവ് എന്നോളം കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ ഇപ്പുറത്തോട്ട് ഫ്രണ്ടിലോട്ട് ആക്കിയതാണ് ഈ ഓർക്കിഡിനെ കൊണ്ട്. ഇതിൻ്റെ നീട്ടത്തിൽ വന്നിട്ട് നിറച്ച് പൂവുണ്ടാവും. ഇതുമ്പോൾ
ബിഗോണിയമ ബുഷായി. പിന്നെ ഇത് ഉണ്ടായതിനാ ചേട്ടൻ മധുരക്കിഴങ്ങെന്നാണ് പറയണത്. ഇത് മറ്റേ കിഴങ്ങിൻ്റെ പോലത്തെ വേരാണ് ഇത് ഉണ്ടായത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇല കാണാൻ. മുറി കൂട്ടി ഇത് ഈ വിങ്കാറോസിനെ ഇടയ്ക്കൊന്ന് വെട്ടിക്കളയണം, എന്നാലും ഇത് ബുഷായിട്ട് വരുവോളൂ എന്ന് പറഞ്ഞത്. ഇപ്പോൾ മറ്റേ വിങ്കാറോസിൻ്റെ പോലെ ബുഷായിട്ട് വന്നില്ല. ഇത് വലിയ വെട്ടണമെന്ന് തോന്നുന്നത്. നമ്മുടെ അരേലിയ. പിന്നെ ഇവിടെ ഒരു തുളസി നിൽക്കണത് ഈ കൂമ്പ് നുള്ളി കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു. ഇത് നല്ല രീതിയിൽ വന്നുണ്ട്. ഇവിടെ ബുഷായിട്ട് തുളസി വന്നിട്ട് വെറുതെ ഇവിടെ വന്ന് മുളച്ചതാണ്. പിന്നെ നമ്മുടെ താമര എന്ന് ചേച്ചി ചോദിക്കാറുണ്ട്, ഇത് ഇല വന്നാന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 2-3 ഇല വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ 2-3 ഇല അല്ല, 4-6 ഇല മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ താഴത്ത് മേലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞുണ്ട് പൂവിടാറായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ട്യൂബറാന്ന് ഇങ്ങനെ പിടിക്കണത് ഭാഗ്യമൊന്ന്, എല്ലായിടത്തും പെട്ടെന്ന് പിടിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ്. എങ്ങനെയാണെന്ന് ഇവിടെ നമുക്ക് പിടിച്ച്. ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ചേച്ചി പറഞ്ഞ് ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചാൽ ഞാൻ പൂവിടാറായി നോക്കട്ടെ എന്നൊക്കെ പറയണ്ടായിരുന്നു. നമുക്ക് ചെടി വളർത്തണവർക്ക് അങ്ങനെയല്ല, ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അതിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ആ ചേച്ചിക്ക് അയച്ചു കൊടുക്കണം. ഇത് കാണുമ്പോൾ ഞാൻ എല്ലാ ദിവസവും വന്ന് പൂവുണ്ടായാ നോക്കും. ഇത് വന്നില്ല, ഇത് കണ്ട ഇത് ഈ ഇല വന്നപ്പോൾ ഞാൻ ഓർത്തേ പൂവാണാന്ന് ഓർത്ത് ആദ്യം. പക്ഷെ പൂവല്ല, ഇടാറായിട്ടുണ്ടാവായിരിക്കും. ഞാനൊരു വളം ചെയ്തിട്ടുണ്ട്, മറ്റേ മീനിൻ്റെ വളം ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. മഞ്ഞയാണ് പറഞ്ഞെങ്കിൽ മിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം നമുക്ക്. ബോഗൻവില്ലയൊക്കെ നട്ടിട്ടിലിട്ട് അത് കുറച്ചും കൂടി കഴിയണം നടാനായിട്ട്. ഇപ്പം അതിൻ്റെ വേരും അങ്ങടായിട്ടുണ്ടാവില്ല, ഇത്തിരി ഒരു പൂവെങ്കിലായിട്ട് നടാന്ന് ഓർത്താണ്. പിന്നെ കൊങ്ങിണിപ്പൂ നട്ടത് പിടിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചതാണ്. പിടിച്ചിട്ടുണ്ട്. ഇതിന് ഹാങ്ങിങ് ആയിട്ട് വെക്കണമെന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ പൂവുണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ. എൻ്റെ ഈ വിങ്കാറോസിന് ഞാൻ കൂമ്പൊടി ചേർത്തിയാക്കിയാണ്. അതുപോലെ പുഴുക്കേട് പോലെ വന്നിട്ടുണ്ട് ഈ ഇലയും, എന്താണെന്നറിയില്ല. പിന്നെ ഇതിപ്പം കണ്ട ഒരു വിങ്കാറോസ്. ഇത് ഈ ഓർക്കിഡ് വെറുതെ കാട് പോലെ വന്നതല്ലാണ്ട് ഒരു പൂവുണ്ടായി കാണുന്നില്ല. ഇത് ഞാൻ ഒപ്പം വെട്ടി നിർത്തിയാക്കിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയിട്ട് അടുത്ത വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം.